അയ്യൻകുന്ന് പഞ്ചായത്തിലെ കരിക്കോട്ടക്കരി ഉരുപ്പുംകുറ്റി റോഡിനോട് ചേർന്ന മരത്തിന്റെ ശിഖരം സമീപത്തെ വീട്ടുമുറ്റത്തേക്ക് പൊട്ടിവീണു. അപകട സാധ്യത മനസ്സിലാക്കി മരം മുറിച്ചു മാറ്റാനും നടപടി സ്വീകരിച്ചു. അയ്യൻകുന്ന് പഞ്ചായത്തിലെ കരിക്കോട്ടക്കരി ഉരുപ്പുംകുറ്റി റോഡിൽ കൃഷിഭവന് സമീപം PWD റോഡിൽ മരത്തിന്റെ ശിഖരം അടർന്നു വീണു. പൂവള്ളിക്കാവുങ്കൽ ബാബുവിന്റെ വീടിന്റെ മുറ്റത്തേക്കാണ് മരത്തിന്റെ ശിഖരം പൊട്ടി വീണത്. കരിക്കോട്ടക്കരി പോലീസും പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, വില്ലേജ് അധികൃതർ, പൊതുമരാമത്ത് അധികൃതർ തുടങ്ങിയവർ സ്ഥലത്തെത്തുകയും മരത്തിന്റെ ബാക്കി വരുന്ന ഭാഗം മുറിച്ചു നീക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. കുറേ പ്രാവശ്യം ഞങ്ങൾ ഇതിനെതിരെ പരാതി കൊടുത്തപ്പോഴൊക്കെ ഇത് മുറിക്കാറായിട്ടില്ല, ഓർഡർ വേണം, PWD അടുത്തുനിന്ന് വേണം എന്നും പറഞ്ഞുകൊണ്ട് ഇതിൽ ഇങ്ങനെ നീങ്ങി പോയതാണ്. ഈ മഴക്കാലത്ത് ഇതെന്തായാലും ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരോട് ഇൻഫോം ചെയ്താണ്. ഇത് ഒടിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും അവരുടെ ഭാഗത്ത് ആരെങ്കിലും വന്ന് നോക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഇത് മുറിക്കാനുള്ള പെർമിഷൻ ഇല്ല. ഞങ്ങൾ മുറിച്ചോളാം എന്ന് പറഞ്ഞാണ്. ഞങ്ങൾ ഇതെല്ലാം ചുറ്റുവട്ടത്തുള്ള അയലങ്കാരെല്ലാം കൂടെ കൂടിയിട്ട് ഇത് മുറിച്ച് മാറ്റിക്കോളാം എന്ന് പറഞ്ഞാണ്. പക്ഷേ നമുക്ക് മുറിക്കാൻ അനുവാദം ഇല്ലെന്നാണ് പറഞ്ഞത്. ഇത് വീണതിനെ കഴിഞ്ഞും പേടിക്കേണ്ടതാണ് ഇനി നിൽക്കുന്ന ഭാഗം. ഞങ്ങൾ കുറേ നാളുകളായിട്ട് പരാതി കൊടുത്താണ്, പഞ്ചായത്തിലെല്ലാം പരാതി കൊടുത്താണ്. എന്നിട്ട് ഇതിലൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നത്തെ കാറ്റിൽ ശക്തമായ കാറ്റ് വന്നപ്പോൾ മരം വീട്ടിലോട്ട് അടിച്ച് വീഴുകയും വാഹനത്തിൻ്റെ പുറത്തോട്ട്, വണ്ടിയുടെ പുറത്തോട്ടാണ് വീണത്. ഞങ്ങൾ അത്രയും പേടിച്ച് ഞങ്ങളെല്ലാവരും തിണ്ണേ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ശക്തമായിട്ടാണ് കാറ്റ് വീശി ഈ മരം കൊണ്ട് തിണ്ണയിലേക്ക് അടിച്ച് വീണത്. ഇത് കേട്ടപ്പോൾ തന്നെ ആപ്പാട് ഞങ്ങൾക്ക് ശ്വാസം മുട്ടിപ്പോകുന്നൊരവസ്ഥയിലായിപ്പോയി. ഞാൻ കാറും കൂടെ ചെയ്തു, ഇവിടെ കിടന്നിട്ട് പിള്ളേരും എല്ലാവരും കാർ ചെയ്യുന്നത് അത്രയും ഞങ്ങൾ പേടിച്ചു പോയി. ഇത് പല പ്രാവശ്യം ഞങ്ങളിങ്ങനെ പരാതിപ്പെട്ടതാണ്. എന്നിട്ട് ആരും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ല. വന്ന് നോക്കിയിട്ട് ഇത് ഇപ്പോൾ ഒന്നും മറിഞ്ഞ് വീടില്ല എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ് ചെയ്തത്. അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർ മുറിക്കാൻ വേണ്ടി കൊക്കയൊക്കെ എറിഞ്ഞിട്ട് നോക്കി. എന്നിട്ട് അവർ പറഞ്ഞു ഇത് പാസ്സായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോയി. ഇത് മരത്തിന് വലിയ തകരാറൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവുകയുണ്ടായത്. പിന്നെ ബാക്കിയുള്ള അതിൻ്റെ മരത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് എപ്പം വേണമെങ്കിലും റോഡിലോട്ട് പിന്നെ മറിഞ്ഞ് വീഴാം. ചെറിയ കാറ്റ് വന്നാൽ മതി, അത് പിന്നെ എന്തായാലും മറിഞ്ഞ് വീഴും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് മുറിച്ച് മാറ്റാനുള്ള ഒരു ഇത് ഞങ്ങൾക്ക് ഉണ്ടാവണം. ബസ് അടക്കം കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന വാഹനമടക്കം പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെയും വൈകുന്നേരം. ഈ പൊട്ടി വീഴുന്ന സമയത്ത് ഒരു ബസ് ഇതിൻ്റെ തൊട്ട് താഴെയുണ്ട്. ജസ്റ്റ് അതിൻ്റെ ആ ഒരു ചില സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഇതിൻ്റെ ബസ് രക്ഷപ്പെട്ടു പോയത്. ഞങ്ങളിത് വർഷങ്ങളായി ഇതിൻ്റെ പുറകെ നടക്കണം. ഇത് വെട്ടിത്തരണം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കി. അതിൻ്റെ ചൂട് പോലും ഉണങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും ഇവരിവിടെ വന്നിട്ട് പിന്നെ വെട്ടാൻ തയ്യാറായ ഒരു ടീം, ഒരു 4-5 പേര് വന്ന് കയറൊക്കെ ഇട്ട് വെട്ടാൻ നോക്കി. അന്നേരം വേറെന്തോ സാങ്കേതിക പ്രശ്നം പറഞ്ഞാൽ അവർ പിന്നെ വരാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും വന്നിട്ടില്ല. ഇനി നിൽക്കുന്ന കമ്പെന്ന് പറയുന്നത് ആ വീട് അങ്ങോട്ടെങ്ങാനും പറഞ്ഞാൽ ആ വീടിന് പുറത്തേക്ക് വീഴുള്ളൂ. അപ്പോൾ അങ്ങനെ പകുതി പൊട്ടി നിൽക്കുന്നതുകൊണ്ട് ഒരു ചെറിയ കാറ്റിന് പോലും വേണമെങ്കിൽ പിന്നെ മറിഞ്ഞു വീഴാം. സമീപത്തെ വീടുകൾക്കും ഇലക്ട്രിക് ലൈനുകൾക്കും ഉൾപ്പെടെ ഭീഷണിയായ സാഹചര്യത്തിലാണ് KSEB ഉൾപ്പെടെ ഇടപെട്ട് മരം മുറിച്ചു മാറ്റുന്നത്. അതിൻ്റെ താഴെ സപ്ലൈ ലൈനുണ്ട്. ഏത് നേരം അവിടെ കേടെ കൂടെയാണ് ഏത് സമയം പൊട്ടി വീഴും. ഇതിപ്പോൾ കണ്ടില്ല, ആ വീട് മാവല്ലെങ്കിൽ ആ വീട് രക്ഷപ്പെടുകയല്ല. ഇത് മുറിക്കാൻ വേണ്ടി വന്നിട്ട് മുറിക്കേണ്ടെന്ന് പറഞ്ഞ് മേലെ കണ്ണൂരിൽ ഓർഡർ വന്നതാണ്. ജീവിക്കട്ടെ ഇതിലൂടെ നടന്നു പോകുന്നത്. ഇപ്പോഴത്തെ വാഹനങ്ങൾ ചേട്ടൻ വന്നതിന് ശേഷം കടന്നുപോയി. ഈ 2 ഏക്കർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടും പോകും, ബാക്കി മരങ്ങളും ഇതിനെല്ലാത്തിനും കേട് സംഭവിക്കും. എന്തെങ്കിലും ഒരു തീരുമാനം ഇത് വരുന്നതിന് മുമ്പ് തീരുമാനം എടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. സ്വർണം സ്നേഹമാണ്. MS Gold & Diamonds, മെയിൻ റോഡ്, ഇരിട്ടി.